ഇപ്പോൾ ഒരു ഭാഗത്തുള്ള സുദേവിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇനി മറുഭാഗത്ത് അട്ടമലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് ഞങ്ങൾ കാട്ടിത്തരാം. അട്ടമലയിൽ ഞങ്ങളുടെ പ്രതിനിധി സുജയ പാർവതിയും വാർത്താ സംഘവും അവിടെയുണ്ട്. സുജയ, അട്ടമലയിലെ കാഴ്ചകൾ കൂടി പ്രേക്ഷകർക്കൊന്ന് വിശദീകരിക്കൂ. ഒരു ഭാഗത്ത് മുണ്ടക്കയിലെ ദൃശ്യങ്ങൾ, മറുഭാഗത്ത് അട്ടമലയിലെ ദൃശ്യങ്ങൾ. അട്ടമലയിലെ ദൃശ്യവുമായി സുജയ പാർവതിയും വാർത്താ സംഘവും അവിടെയുണ്ട്. സുജയ, ആ കാര്യങ്ങൾ കൂടി വിശദീകരിക്കും. കൊണ്ടുള്ള പ്രവർത്തനം മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 7 മണിയോടുകൂടി ആരംഭിച്ച പ്രവർത്തനമാണ്. ഇവിടെ ഒരുപാട് ബിസിനസ് സാധനങ്ങളൊക്കെ ഐറ്റംസ് ആവശ്യമുണ്ട്. കൂടിയാണ് നമ്മൾ ഈ മറുഭാഗത്തേക്ക് കടന്നു വന്നത്. അതിനുശേഷം ഈ മല കയറി ഒരു 3 കിലോമീറ്ററെങ്കിലും നമ്മൾ മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് ഉരുൾപൊട്ടലിൻ്റെ ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു രീതി നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യർ, ആ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരെ രക്ഷിക്കുന്നത് അത് മാനുവലായി മാത്രമേ നടക്കുകയുള്ളൂ. യന്ത്രങ്ങളോ ഒന്നും ഇവിടെ എത്തിക്കുക സാധ്യമല്ല. മലയുടെ മുകളിൽ കുടുങ്ങിക്കിടക്കുന്നത് 100 കണക്കിന് മനുഷ്യരാണ് അരുൺ. അവിടേക്ക് ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അട്ടമലയിൽ ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖലയുടെ തൊട്ടു ചേർന്നുള്ള ഭാഗങ്ങളിലൊക്കെ ആളുകൾ, പലരുടെയും വീടുകൾ ഒലിച്ചുപോയി എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. മൃതദേഹം കൊണ്ടുവരുന്നത് ഞാനിങ്ങനെ മുകളിലേക്ക് നടക്കുമ്പോൾ കാണുന്നുണ്ട് അരുൺ. എത്ര പേരാണ് അവിടെ മരിച്ചത് എന്നുള്ളത് വ്യക്തമല്ല. അവിടേക്ക് പോയി നോക്കുക എന്നത് മാത്രമാണ്. വേറെ മാധ്യമങ്ങൾ അവിടേക്ക് പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപകട സാധ്യതയുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് നമ്മൾ പോവുകയാണ്. അപകട സാധ്യതയുള്ള ഇടത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരും നമ്മുടെ സഹോദരരാണ്. അവരിലേക്ക് മാധ്യമ ശ്രദ്ധ എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ പേർ രക്ഷാദൗത്യവുമായി അവിടെ എത്തിച്ചേരും. ആർമിയുടെ ഒരു ടീം അവിടേക്ക് 40 അംഗ ടീം പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളുടെ ഭാഗമായ ആളുകൾ കയ്യിൽ കിട്ടുന്ന ആയുധങ്ങളും ഒക്കെ എടുത്ത് പോയിട്ടുണ്ട്. പലരും വീടിനുള്ളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കുറേ വീടുകളൊക്കെ ഒലിച്ചുപോയി എന്നാണ് അവിടെ നിന്ന് ഇറങ്ങി വന്ന ഒരു അമ്മ എന്നോട് പറഞ്ഞത്. അവരുടെ മകനെ നഷ്ടപ്പെട്ടു, വീട് ഒലിച്ചുപോയി എന്നാണ്. ബാക്കി പൂരിപ്പിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ ഇതുവരെ കണ്ടതിനേക്കാൾ കൂടുതൽ അപകടം പിടിച്ച അല്ലെങ്കിൽ അപകടം നടന്ന ഒരു സ്ഥലമായിരിക്കാം ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അരുൺ, അവിടേക്കുള്ള യാത്രയിലാണ് നമ്മൾ. അട്ടമല ഇനിയും ഒരു 2 കിലോമീറ്റർ കൂടി കുന്നു കയറി എത്തുന്ന ഭാഗത്താണ് ഈ അപകടം നടന്നിരിക്കുന്നത്. അവിടെ ഒരുപാട് പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇതിനകം തന്നെ ഒരു 100 പേരെയെങ്കിലും രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ഇനി വീടുകൾക്കുള്ളിലൊക്കെ കിടക്കുകയാണോ ആളുകൾ? അവിടെ ഇനി ഒരുപാട് പേര് കിടക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് അവിടെ പള്ളിയിൽ ഞാനിപ്പോൾ മൃതദേഹവും പരിക്കേറ്റവരെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എത്ര പേര് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവും? ആളെണ്ണം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയ ബോഡി പള്ളിയിൽ ഇമാമിൻ്റെ ബോഡിയാണ്. പിന്നെ അതുപോലെ വേറെ 3-4 ബോഡിയും കൂടെ കിട്ടിയിട്ടുണ്ട്. 5 എണ്ണം ഇപ്പം കിട്ടി. ഈ പള്ളിക്ക്. അതായത് അരുൺ, ഇപ്പോഴത്തെ വിവരമാണ്. ഇപ്പോൾ 5 മൃതദേഹം കണ്ടെടുത്ത ആളാണ് നമുക്കൊപ്പം നിൽക്കുന്നത്. ഈ പള്ളിയിലെ ഇമാമിന്റെ മൃതദേഹവും കിട്ടിയിട്ടുണ്ട്. അട്ടമല ഏറ്റവും മുകൾ ഭാഗത്താണോ ഇത്? ഇവിടെ തൊട്ട് മേൽ പള്ളിയുണ്ട്. ആ പള്ളിക്ക് താഴെ അവിടെ ലയങ്ങളുണ്ടായിരുന്നു. ആ ലയങ്ങൾക്കടിയിൽ ഇനിയുണ്ട് ബോഡി. ലയങ്ങൾക്കടിയിൽ ഇനിയും മൃതദേഹങ്ങൾ കിടക്കുന്നുണ്ട്. നമുക്ക് അവിടെ എത്തിയതിനു ശേഷമുള്ള കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് എത്താം. ലയങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അട്ടമലയിൽ ഈ ഉരുൾപൊട്ടിയ ഭാഗത്തേക്ക് കണ്ടെടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്തേക്ക് കൂടിയാണ് സുജയ പാർവതിയും നമ്മുടെ വാർത്താ സംഘവും സഞ്ചരിക്കുന്നത്. നമുക്ക് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി കൊടുക്കാവുന്നതാണ്. ഇന്നലെ പൂർണ്ണമായും അവിടെ എത്തി ഒറ്റപ്പെട്ടു പോയൊരു മേഖലയാണ് ഈ അട്ടമല എന്ന പ്രദേശം. മുണ്ടക്കയിലായിരുന്നു ഇന്നലെ പൂർണ്ണമായും ശ്രദ്ധ. ഇപ്പോൾ അട്ടമലയിൽ ലയത്തിൽ പല ആളുകളും ലയത്തിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് സുജയ പാർവതി റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടേക്ക് കൂടുതൽ സന്നദ്ധ സംഘടനകളും രക്ഷാപ്രവർത്തനത്തിൻ്റെ ശ്രദ്ധയും എത്തേണ്ടതുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് കൂടി പോകാം.